സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട സഹോദരൻ, ഇങ്ങനെയൊരു മാർച്ച് നടത്താനിടയായ സാഹചര്യം ഇവിടെ സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലും സൂചിപ്പിച്ചു. യഥാർത്ഥത്തിൽ മൂത്താന്തറയിലെ വ്യാസവിദ്യാവീട് പ്രൈമറി സ്കൂളിൽ അതിനകത്ത് കോമ്പൗണ്ടിനകത്ത് കണ്ടെത്തിയ ബോംബ്, ആ ബോംബ് ഇപ്പോൾ വാർത്തയല്ലാതായി മാറി. വാർത്തയല്ലാതായി മാറിയത് ഒരു പരനാറി പാലക്കാട് മണ്ഡലത്തിന്റെ ജനപ്രതിനിധിയായി പോയി എന്നുള്ളതുകൊണ്ടാണ്. അതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ RSSന്റെ കേന്ദ്രത്തിൽ കണ്ടെത്തിയ ബോംബ് വാർത്തയല്ലാതായി മാറിയത്. മാത്രമല്ല BJP വളരെ ആസൂത്രിതമായി തന്നെ അതിനെ മറ്റൊരു വഴിക്ക് തിരിച്ചുവിടുക എന്നുള്ള നിലയിലേക്ക് മാറുകയും ചെയ്തു. യഥാർത്ഥത്തിൽ അതീവ ഗൗരവതരമായ ഒരു വിഷയമാണ് മിനിഞ്ഞാന്ന് വൈകിട്ട് ഈ വ്യാസവിദ്യാവീട് പ്രൈമറി സ്കൂളിന്റെ കോമ്പൗണ്ടിൽ കണ്ടെത്തിയ ബോംബ്. ഞങ്ങൾ ചോദിക്കുന്നത്, ആ ബോംബിന്റെ ഉറവിടം, എന്തിനു വേണ്ടിയിട്ടാണ് ആ ബോംബ് നിർമ്മിച്ചത്? ഇത് വളരെ വ്യക്തതയോടുകൂടി അന്വേഷിച്ച് പൊതുസമൂഹത്തിനോട് കാര്യങ്ങൾ വിശദീകരിക്കാൻ തയ്യാറാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്നലെ തന്നെ വ്യക്തമാക്കിയതാണ്, ഈ ബോംബിന്റെ നിർമ്മാണത്തിന്റെ ഉറവിടം ഉറപ്പായിട്ടും RSS തന്നെയാണ്. കാരണം മൂത്താന്തറ എന്ന് പറയുന്ന പ്രദേശം ബഹുഭൂരിപക്ഷം വരുന്ന BJPയുടെയും RSSന്റെയും എല്ലാം അനുഭാവികളും പ്രവർത്തകരുമുള്ള സ്ഥലമാണ്. ആ സ്ഥലത്ത് ഇങ്ങനെയൊരു ബോംബ് കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കാത്ത ഒരു കേന്ദ്രം കൂടിയാണ്. മറ്റൊന്ന്, ആ സ്കൂളിലാണ് RSSന്റെ രാവിലത്തെ ശാഖയും വൈകിട്ടുള്ള ശാഖയും നടക്കുന്നത്. രാവിലെയും വൈകിട്ടും ശാഖ നടത്തുന്ന ഒരു സ്കൂൾ കോമ്പൗണ്ട് കൂടിയാണ് ഈ വ്യാസവിദ്യാവീട്. ഈ വ്യാസവിദ്യാവീടിനൊരു മറ്റേ പ്രത്യേകതയുണ്ട്. അത് RSSന്റെ വിവിധ സംഘടനകൾ, സംഘപരിവാർ സംഘടനകളിൽ ഒന്നായ ഭാരതീയ വിദ്യാനികേതൻ നിയന്ത്രിക്കുന്ന ഒരു സ്കൂൾ കൂടിയാണ്. RSSന് ഇത്തരത്തിൽ പലവിധത്തിലുള്ള സംഘപരിവാർ സംഘടനകളുണ്ട്. ആ സംഘടനകളുടെ ഭാഗമായി വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഭാരതീയ വിദ്യാനികേതൻ. വിവിധ പേരുകളിലാണ് സ്കൂളുകൾ ഈ ഭാരതീയ വിദ്യാനികേതൻ സ്ഥാപിച്ചിട്ടുള്ളത്. ചിലവിടെ വ്യാസവിദ്യാവീടായിരിക്കും, ചിലവിടെ സരസ്വതി ക്ഷേത്രം പറഞ്ഞിട്ടായിരിക്കും. ഇങ്ങനെ പല പേരുകളിൽ ഇത്തരം സ്കൂളുകൾ ഇവർ പ്രവർത്തിച്ചു വരികയാണ്. പൂർണ്ണമായും RSSന്റെ നിയന്ത്രണത്തിലുള്ളതാണ്. അങ്ങനെ RSSന്റെ നിയന്ത്രണത്തിലുള്ള സ്കൂളിൽ, അതിന്റെ കോമ്പൗണ്ടിൽ ബോംബ് കണ്ടെത്തിയാൽ സാധാരണഗതിയിൽ രാജ്യത്തിലെ RSSനെ കുറിച്ചറിയുന്നവർക്കും RSSന്റെ തീവ്രമായ വർഗീയതയെക്കുറിച്ചെല്ലാം നാം മനസ്സിലാക്കിയ സ്ഥിതിക്കെല്ലാം വളരെ വ്യക്തമായി ഈ നാട്ടിലെ ഓരോ മനുഷ്യനും, സാമാന്യ ബുദ്ധിയുള്ള ഓരോ മനുഷ്യനും മനസ്സിലാകും ഇത് RSS തന്നെയാണ് എന്നുള്ളത്. RSS അല്ലാതെ മറ്റൊരു സംഘടനയ്ക്ക് ആ പ്രദേശത്തൊരു സ്വാധീനമില്ല. ഈ പ്രദേശത്തിൽ നിന്നും കേവലം 600 മീറ്റർ അകലെയാണ് പാലക്കാട് ജില്ലയിലെ RSSന്റെ പ്രധാനപ്പെട്ട കാര്യാലയം സ്ഥിതി ചെയ്യുന്നത്. ആ കാര്യാലയത്തിൽ റെയ്ഡ് ചെയ്യാൻ തീരുമാനിക്കണം. ഞാൻ ഇന്നലെ തന്നെ ദൃശ്യമാധ്യമങ്ങളോട് പറഞ്ഞ കാര്യമാണ്.
ആ കാര്യാലയം റെയ്ഡ് ചെയ്താൽ ഇതിനേക്കാളും ഭയാനകമായ ആയുധശേഖരം കണ്ടെത്താൻ സാധിക്കും. കാരണം മറ്റൊന്നും കൊണ്ടല്ല, ഒരു കാലത്ത്, അത് വിദൂരമല്ലാത്തൊരു കാലം, ഈ പാലക്കാടിന്റെ ടൗൺ പ്രദേശത്ത് വ്യാപകമായ കൊട്ടേഷൻ സംഘങ്ങളുടെയും ഗുണ്ടാ സംഘങ്ങളുടെയും അതിതീവ്രമായ സംഘർഷങ്ങളും കൊലപാതകങ്ങളും നടന്നു. സംഘർഷങ്ങളും കൊലപാതകങ്ങളും ഈ ടൗണിന്റെ കേന്ദ്രത്തിൽ നടന്നിട്ടുണ്ട്. ആ ടൗൺ കേന്ദ്രത്തിലല്ലേ ഒരു പാളയപ്പെട്ടിയിലെ അലക്സ് എന്ന് പറയുന്ന ഒരു ഗുണ്ടാ നേതാവ് കൊല്ലപ്പെട്ടത്? RSSന്റെ അനുഭാവിയായിരുന്നു. ആ RSSന്റെ അനുഭാവിയായിരുന്ന ആ ഗുണ്ടാ സംഘത്തിന്റെ നേതാവായ ഞാൻ ഈ പറഞ്ഞ അലക്സിനെ കൊലപ്പെടുത്തിയതാരാണ്? ആ അലക്സിന്റെ കൊലപാതകത്തിലെ കേസിലെ പ്രതി നിങ്ങൾ അന്വേഷിച്ചോ? എന്റെ മുമ്പിൽ മാധ്യമങ്ങളുണ്ടല്ലോ, ആ മാധ്യമങ്ങളൊന്ന് അന്വേഷിക്കുക. ആ കേസിലെ പ്രധാനപ്പെട്ട പ്രതി BJPയുടെ ജില്ലാ അധ്യക്ഷനാണ്. ഞാൻ പറയുന്നത്, ഇത്തരത്തിലുള്ള കൊട്ടേഷൻ പ്രവർത്തനവും ഗുണ്ടാ പ്രവർത്തനവുമാണ് RSSന്റെ പാലക്കാട്ടിലെ മുത്താന്തറ പ്രദേശത്തിലെ ഒരു സംഘം ക്രിമിനലുകൾ സാധാരണഗതിയിൽ ഈ നാട്ടിൽ നടത്തി വന്നിട്ടുള്ളത്. അതിന്റെ ഭാഗമാണ് ഈ ബോംബ് നിർമ്മാണം. അതിനുപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് രാഷ്ട്രീയ ശത്രുക്കളെ അതിലൂടെ വകവരുത്തുക. ഏതു തരത്തിലും മൃഗീയമായ മാരകമായ ആയുധങ്ങൾ കൊണ്ട്, സ്ഫോടക വസ്തുക്കൾ കൊണ്ട് രാഷ്ട്രീയ ശത്രുക്കളെ ആക്രമിക്കാനും അതിലൂടെ കൊട്ടേഷൻ സംഘങ്ങളെ വളർത്തിക്കൊണ്ടുവരാനും ഈ ടൗണിനെ അവരുടെ പരിധിയിൽ നിർത്താനുമുള്ള കാലാകാലത്തെ ശ്രമം, ആ ശ്രമമാണ് ഇപ്പോഴും RSS ഈ നാട്ടിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അവരാണ് ഈ ബോംബിന്റെ നിർമ്മാണം. RSSന്റെ കാര്യാലയത്തിൽ പലതും നടക്കുന്നുണ്ട്, നമ്മൾ കാണുന്നതല്ല. ഒരു ഘട്ടത്തിൽ ഈ നമ്മുടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നൊരു ഘട്ടം, ആ ഉപതെരഞ്ഞെടുപ്പ് നടന്നൊരു ഘട്ടത്തിൽ ഞങ്ങള് ഈ മൂത്താന്തറ ഭാഗത്ത് ജനങ്ങളെ കാണുന്നതിന് വേണ്ടി പോയപ്പോ അവിടുത്തെ RSSന്റെ അനുഭാവികൾ ഞങ്ങളോട് പറഞ്ഞു, എന്താ പറഞ്ഞറിയോ? ഇന്നലെ രാത്രി RSSന്റെ കാര്യാലയത്തിൽ താമസിച്ച് പ്രചാരകരായി ഒരു കോഴിക്കോട്ടുകാരൻ വന്നു. കുറെ കാലമായി വന്നിട്ട് അവൻ. പക്ഷെ ഇന്നലെ രാത്രി അവനെ കുറെ ആളുകൾ സംഘം ചേർന്ന് പിടിച്ചു കയറി ഇലക്ട്രിസിറ്റി പോസ്റ്റിൽ കെട്ടിയിട്ട് തല്ലി. എന്തിനാ തല്ലി എന്ന് ഇന്ന് വരെ വ്യക്തമാക്കിയിട്ടില്ല. ആ തല്ലിയത് ഞാൻ മനസ്സിലാക്കിയത്, ഇപ്പോ നമ്മുടെ നാട് ചർച്ച ചെയ്യുന്ന ഈ കോഴിയുണ്ടല്ലോ, ആ കോഴിയുടെ മറ്റൊരു രൂപം RSSകാരൻ എടുത്തതിനാണ്. രാത്രികാലങ്ങളിൽ പൂവൻ കോഴി എന്ത് തേടി പോവുക? ഭക്ഷണം തേടി പോയതാണ്. അങ്ങനെ ഒരു RSSകാരനുണ്ടായിരുന്നു, അത് പിടിക്കപ്പെട്ടു. അങ്ങനെയാണ് പോസ്റ്റിൽ കെട്ടിയിട്ട് തല്ലി രാത്രിക്ക് രാത്രി അവനെ പാർസൽ ചെയ്തു. ഞാൻ പറയുന്നത്, അവിടെ നടക്കുന്ന കാര്യങ്ങൾ പുറം ലോകമറിയില്ല. അവിടെ നടക്കുന്ന കാര്യങ്ങൾ പുറം ലോകം അറിയാത്തത് അവിടെ ഭീഷണിപ്പെടുത്തി നിർത്തുകയാണ് RSSന്റെ BJPയുടെ ഉൾപ്പെടെയുള്ള സാധാരണ അനുഭാവികളെ പോലും. അതല്ലേ സത്യം? എന്തേ റോഡ് നന്നാക്കിയില്ല എന്ന് ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച RSSന്റെ BJPയുടെ ജനപ്രതിനിധിയോട് ചോദിച്ചാൽ, നിങ്ങളുടെ വീട്ടിൽ കയറി ഞങ്ങൾ വെട്ടിക്കളയും, ഇതൊന്നും ചോദിക്കാൻ നിന്നോട് ആരാ അധികാരം തന്നത് എന്നാണ് ചില വീടുകളിൽ കയറി പറയുന്നത്. ഇതല്ലേ ഈ രൂപത്തിൽ ഭീഷണിയുടെ മുൾമുനയിൽ സാധാരണ മനുഷ്യരുടെ ജീവിതത്തെ നിർത്തിക്കൊണ്ടുള്ള ഒരു കളിയാണ് ഈ പട്ടണ പ്രദേശത്തിൽ RSS നടത്തുന്നത്. അവരല്ലാതെ ഈ നാട്ടിൽ ആരാണ് ബോംബ് നിർമ്മിക്കുക? ഞാൻ ചോദിക്കട്ടെ, ഞാനിവിടെ പറഞ്ഞല്ലോ RSSന്റെ കാര്യാലയം റെയ്ഡ് ചെയ്യണമെന്ന്. RSSന്റെ കാര്യാലയം റെയ്ഡ് ചെയ്താൽ ഞാൻ ഈ പറയുന്ന ആയുധങ്ങളെല്ലാം കിട്ടും. ഞങ്ങൾക്ക് യാതൊരു വിധത്തിലും സംശയവുമില്ല. ഞങ്ങൾക്കെല്ലാം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി, രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി നല്ല ഓഫീസ് കെട്ടിടങ്ങളുണ്ട്. ഞങ്ങളുടെ ഓഫീസ് കെട്ടിടങ്ങളിലെല്ലാം സാധാരണ മനുഷ്യർ രാവിലെയും സമയമില്ലാതെയും എല്ലാം പ്രശ്നങ്ങളുമായി വരും. അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കേന്ദ്രങ്ങളാണ് പാർട്ടി ഓഫീസുകൾ. അങ്ങനെയുള്ള ഒരു കേന്ദ്രമാണോ RSSന്റെ കാര്യാലയം? അങ്ങനെയുള്ള ഒരു കേന്ദ്രമല്ല ഈ രാജ്യത്ത് RSSന്റെ കാര്യാലയം.
RSSന്റെ കാര്യാലയങ്ങൾ ഈ രാജ്യത്തിൽ ആയുധപ്പുരകളാണ്, ഈ കേരളത്തിൽ ആയുധപ്പുരകളാണ്. ശാഖ നടത്താൻ വേണ്ടി കേന്ദ്രീകരിക്കുന്ന ഏതെങ്കിലും പ്രദേശത്തുനിന്ന് വരുന്ന പ്രചാരകർക്ക് വേണ്ടി താമസിക്കാൻ വരുന്ന ഇടം മാത്രമല്ല ഈ കാര്യാലയം എന്ന് പറയുന്നത് RSSന്റെ ആയുധപ്പുരകളാണ്. ഞാൻ അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത്, ആ കാര്യാലയത്തെ റെയ്ഡ് ചെയ്യണം. റെയ്ഡ് ചെയ്താൽ അറിയാം. ഇപ്പൊ അവര് പറയുന്നത് നായി കൊണ്ട് കിട്ടുമെന്നാണ്. പൊട്ടന്മാര്, നായി കടിച്ചാൽ തന്നെ അപ്പ പൊട്ടില്ല ഈ സാധനം. നായി കൊണ്ട്, നായ എന്താ മീനാണ് സാധനം, കുപ്പിച്ചില്ലും മറ്റേ അതിന്റെ രാസവസ്തു ഒക്കെ കൂടി ചേർത്ത് നല്ല മുറുക്കത്തി കെട്ടിയ സാധനം. നായ് വെറുതെ നോക്കിയ നായിന്റെ വര പൊട്ടിത്തെറിക്കും. അപ്പൊ നായ് കൊണ്ട് ഇട്ടുന്നാണ് തലയിൽ വെളിവുള്ള ഏതെങ്കിലും ഒരു BJP-കാരൻ ഇത് പറയൂ. നാട്ടിലെ സാധാരണക്കാരെ പരിഹസിക്കുകയല്ലേ ഇതിലൂടെ. ഞങ്ങളൊന്നുമല്ല എന്ന് പറയുന്നത് സ്ഥാപിക്കുന്നതിന് വേണ്ടി നായ് കൊണ്ടുവന്നിട്ടു. ഇത്തരത്തിൽ ഈ നാടിനെ ഭയാനകമായ ഒരു അന്തരീക്ഷത്തിൽ നിലനിർത്താൻ എല്ലാ കാലത്തും RSS ശ്രമിച്ചിട്ടുണ്ട്, ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സ്ഥാപനത്തിന്റെ ചുമതലക്കാരൊക്കെയാ? സ്ഥാപനത്തിന്റെ HM-ന്റെ പേര് നന്ദിനി എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല. എനിക്ക് കിട്ടിയ വിവരം അനുസരിച്ചാണ് ഞാൻ പറയുന്നത്. നല്ല BJP കുടുംബമാണ്. അതിന്റെ ഒരു ചുമതലക്കാരനുണ്ട്, ചാർജർ എന്നൊക്കെ പറയുന്ന ഒരാള്, മധു. നല്ല RSS-കാരനാണ്. നിങ്ങൾ വേണമെങ്കിൽ അന്വേഷിച്ചോ. നല്ല RSS-കാരനാണ്. പിന്നെ ഇവിടെ പ്രമുഖ ഒരു അഭിഭാഷകനുണ്ട്. അഭിഭാഷകന്റെ മകൻ ഇപ്പൊ ഒരു പ്രമുഖ അഭിഭാഷകനാണ്. കുറെ വർഷം മുമ്പ് സേവാഭാരതിയുടെ ആളായിരുന്നു. ഇപ്പോ ഈ ഭാരതീയ വിദ്യാനികേതന്റെ ഭാഗമായി വ്യാസവിദ്യാപീഠത്തിന്റെ ചുമതലയുള്ളവരാണ്. ഇവരെല്ലാം RSS. ഈ മറ്റേ അഭിഭാഷകനും അഭിഭാഷകന്റെ ഏട്ടനും ഒരു ഡോക്ടറാണ്. ഡോക്ടറും അഭിഭാഷകനും ചേർന്ന് RSS-ന്റെ പ്രവർത്തനം ഇങ്ങനെയാണ്. ഞങ്ങൾ നിയന്ത്രിക്കുന്ന സ്കൂളുകളിൽ നിങ്ങൾ ബോംബ് നിർമ്മിച്ചോ? നാട്ടിലെ സാധാരണ മനുഷ്യന്മാരെ ആ ബോംബ് ഉപയോഗിച്ച് അപകടപ്പെടുത്തിക്കോ, കൊലപ്പെടുത്തിക്കോ. വാളും അതുപോലെ തന്നെ ചക്രായുധവും എല്ലാം മറ്റേ ശേഖരിച്ചുകൊണ്ട് മനുഷ്യരെ വെട്ടിക്കൊല്ലാൻ മടിയില്ലാത്ത ഒരു വിഭാഗമാണ് എന്ന് ഞാൻ പറയാതെ തന്നെ ഈ നാടിന്റെ RSS-ന്റെ ചരിത്രങ്ങളും കലാപങ്ങളും സംഘർഷങ്ങളും പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകില്ലേ? ഈ RSS-ന്റെ മറ്റൊരു സംഘടനയല്ലേ ബജരംഗദൾ. ആ ബജരംഗദളല്ലേ 2 കന്യാസ്ത്രീകളെ, തിരുവസ്ത്രം ധരിച്ച 2 കന്യാസ്ത്രീകളെ ആ മറ്റേ ഛത്തീസ്ഗഡിൽ ഇട്ട് റെയിൽവേ സ്റ്റേഷനിലിട്ട് മൃഗീയമായി ആക്രമിച്ചു എന്നല്ലേ പറഞ്ഞത്? ആ പെൺകുട്ടിയോട്, കൂടെയുള്ള പെൺകുട്ടിയോട് ഞങ്ങൾ പറയുന്നത് പോലെ താൻ കേട്ടില്ലെങ്കിൽ, പറഞ്ഞില്ലെങ്കിൽ, മൊഴി കൊടുത്തില്ലെങ്കിൽ തന്നെ ബലാത്സംഗം ചെയ്യുമെന്ന് പറയുകയാണ്. ഇതാണ് RSS-ന്റെ അല്ലെങ്കിൽ പരിവാര സംഘടനകളുടെ എല്ലാം ഒരു പൊതുവായിട്ടുള്ള പ്രവർത്തന രീതി. ആളെ കൊല്ലുക, പറഞ്ഞത് കേട്ടില്ലെങ്കിൽ ഏത് നാടിന്റെ സഹോദരിമാരെയും ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തുക. ഇതവരുടെ ഒരു പ്രവർത്തന രീതിയാണ് RSS-ന്റെ. ഈ ജന്മം മാറ്റം വരില്ല. കാണുമ്പോ ഓരോ RSS-കാരനും വളരെ നല്ല ചിരിയോടുകൂടിയിട്ടായിരിക്കും നമ്മളെല്ലാം സമീപിക്കുക, നല്ല ഭംഗിയോടുകൂടിയിട്ടായിരിക്കും. പക്ഷേ മനുഷ്യനെ കൊല്ലാനുള്ള എല്ലാ പരിശീലനവും, എല്ലാ ആയുധ പരിശീലനവും കഴിഞ്ഞവരാണ് ഈ രാജ്യത്തിലെ ഓരോ RSS-കാരനും, കേരളത്തിലെ ഓരോ RSS-കാരനും. അതുകൊണ്ടാണല്ലോ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ 2ാം ഘട്ടം, പിണറായി സർക്കാരിന്റെ 2ാം ഗവൺമെന്റിന്റെ കാലത്ത് ആലപ്പുഴ ജില്ലയിൽ വർഗീയ കലാപത്തിന് നേതൃത്വം കൊടുക്കാൻ ശ്രമിച്ചല്ലോ. അതേ മാതൃകയിൽ പാലക്കാട് ജില്ലയിൽ വർഗീയ കലാപത്തിന് നേതൃത്വം കൊടുക്കാൻ ശ്രമിച്ചല്ലോ. ഇവിടെ രണ്ടവിടെയും RSS-ഉം SDPI എന്ന് പറയുന്ന ന്യൂനപക്ഷ തീവ്രവാദ സംഘടന, വർഗീയ സംഘടനയുമല്ലേ ഈ സംഘർഷങ്ങളും കൊലപാതകങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്. കേരളത്തിൽ എന്തുകൊണ്ടാണ് ഈ കലാപങ്ങൾ നടക്കാതിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. കേരളം പിണറായി വിജയന്റെ കേരളമാണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കേരളമാണ്. ഇതുകൊണ്ടാണ് കലാപം നടക്കാതിരിക്കുന്നത്. കലാപത്തിന് ഉദ്ദേശം വെച്ച് കൊലപാതകം നടത്തിയപ്പോ
ആ കൊലപാതകത്തിന് നേതൃത്വം കൊടുത്തവരെയും അതിനെ ആസൂത്രണം നടത്തിയവരെയും നിമിഷങ്ങൾക്കകം പോലീസ് അറസ്റ്റ് ചെയ്തു. അങ്ങനെ പോലീസിന്റെ സംയോജിതമായ ഇടപെടൽ, ക്രമസമാധാനം തകരാതിരിക്കാനുള്ള ഗവൺമെന്റിന്റെ നയം ഈ കേരളത്തിൽ ഒരു വർഗീയ കലാപഭൂമിയാകാതിരിക്കാൻ നല്ലതുപോലെ നമുക്ക് വിജയിച്ചു എന്നതാണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത്. എന്നാൽ RSS ഏതെങ്കിലും കാലത്തിൽ അവരുടെ പ്രവർത്തനത്തിനോ സ്വഭാവത്തിനോ മാറ്റം വരുമോ? വരില്ല. എല്ലാ കാലത്തും RSS ആണ്, BJP ആണെന്ന് നാം മനസ്സിലാക്കണം. ഒരു കാലത്തും മാറില്ല. തലയിൽ ആൾതാമസമില്ലാത്ത സംഘടനയുടെ പേരേത് എന്ന് ചോദിച്ചാൽ ഈ രാജ്യം പറയുന്നത് RSS ആണ് എന്ന്. ആൾതാമസമില്ല അവർക്ക്. കാരണം ഗുജറാത്ത് കലാപത്തിൽ പങ്കെടുത്ത ഒരു സംഘപരിവാറുകാരനെ ചില മാധ്യമങ്ങൾ ഇന്റർവ്യൂ ചെയ്യുകയാണ്. ആ മാധ്യമങ്ങളോട് ഈ ഗുജറാത്തിലെ കൊലപാതകത്തിന് നേതൃത്വം കൊടുത്ത RSSകാരൻ പറയുകയാണ്, എനിക്ക് ഒരു ദിവസം 4-5 മുസ്ലിങ്ങളെ കൊലപ്പെടുത്തിയപ്പോ നല്ല സമാധാനമായി. നിങ്ങൾക്ക് എന്താ തോന്നിയത് ചോദിച്ചപ്പോ എനിക്ക് വളരെ സന്തോഷം തോന്നി. ഞാൻ എന്നും ഉറങ്ങാത്ത രൂപത്തിൽ നല്ലതുപോലെ ഉറങ്ങി. മനുഷ്യജീവനെ മൃഗീയമായി കൊലപ്പെടുത്തിയിട്ട് നല്ലതുപോലെ മനസമാധാനത്തോടുകൂടി ഉറങ്ങി എന്ന് പറയാൻ കഴിയുന്ന ഒരൊറ്റ സംഘടനയേ ഉള്ളൂ രാജ്യത്ത്. അത് RSS ആണ്. ആ RSS ആണ് പാലക്കാടും. അവർക്ക് ബോംബ് നിർമ്മാണത്തിൽ പങ്കില്ല. അത് സമഗ്രമായി അന്വേഷിക്കണമെന്നാണ് BJP പറയുന്നത്. സമഗ്രമായി അന്വേഷിക്കണം BJP. നമ്മൾ പറയാത്ത മുമ്പേ അവർ പറയുകയാണ്. അതാണ് BJP എന്ന് പറയുന്നതും RSS എന്ന് പറയുന്നതെല്ലാം ഒരു കാര്യത്തെ എങ്ങനെയെല്ലാം വഴിതിരിച്ചു വിടാൻ പറ്റുമോ അതെല്ലാം ചെയ്യുമല്ലോ, ഇല്ലേ? അവര് ആടിനെ പട്ടി എന്ന് പറയും, എന്നിട്ട് പട്ടിയെ പേപ്പട്ടിയാക്കും, എന്നിട്ട് തല്ലിക്കൊല്ലും. അതാണ് RSSന്റെ സ്വഭാവം. അവര് തന്നെ ഇതെല്ലാം പറയുക. ഈ രൂപത്തിൽ RSS ഈ നാടിനെ കലാപമാക്കുന്നതിന് വേണ്ടി, കലാപഭൂമിയാക്കുന്നതിന് വേണ്ടി കരുതി വെച്ച സ്ഫോടക വസ്തുവാണ് അവിടെ പോലീസ് കണ്ടെടുത്തത്. എന്റെ വിശ്വാസം ശരിയാണെങ്കിൽ പാലക്കാട് ജില്ലയിലെ പോലീസ് സേനയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന പോലീസ് മേധാവി ശക്തമായി ഈ കാര്യത്തിൽ അന്വേഷണം നടത്തും. അതിനനുസൃതമായ വകുപ്പുകൾ ചേർത്തിക്കൊണ്ടാണ് ആ കേസെടുത്തിട്ടുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. സ്കൂൾ കോമ്പൗണ്ടിനകത്ത് സ്ഫോടക വസ്തു കിട്ടിയാൽ പ്രത്യേക വകുപ്പുണ്ട് എന്നാണ് നമുക്കറിയില്ല, വക്കീലറിയും. ഇപ്പൊ SP-യുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ശക്തമായ വകുപ്പ് ഇട്ട് കേസ് ചാർജ് ചെയ്യും, സമഗ്രമായ അന്വേഷണം നടത്തും. ആ അന്വേഷണത്തിൽ കണ്ടെത്തുന്നവരാരാണെങ്കിലും കർശന നടപടി സ്വീകരിക്കുമെന്ന് പാലക്കാട് ജില്ലയിലെ പോലീസ് മേധാവി ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ആ വിശ്വാസത്തിൽ ഞങ്ങൾക്ക് ഈ നാടിന്റെ ക്രമസമാധാനം സംരക്ഷിക്കുമെന്ന വിശ്വാസവും ഉറപ്പുമുണ്ട്. അതുകൊണ്ട് ഈ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയതും നിർമ്മിച്ചതും എല്ലാം വെളിച്ചത്തു വരണം. RSS ഇപ്പോ ഈ കാര്യം ഇന്നിപ്പോ ഒരു പത്രക്കാര് പോലും എഴുതിയിട്ടില്ല, മനോരമയിൽ വാർത്തയില്ല. ഞാൻ രാവിലെ ആദ്യം മാരകവർഷം കഴിക്കും. രാവിലെ ആദ്യം ഒരു 6:30 മണിക്ക് മാരകവർഷം കഴിക്കും. അതിനുശേഷം അതിന്റെ കൂടെ എലിവർഷം കഴിക്കും. ഇത് രണ്ടും ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് പിന്നെ മരുന്ന് കഴിക്കുക. മനസ്സിലായോ നിങ്ങൾക്ക്? എന്താണ്? ഞാൻ വേറൊന്നും പറഞ്ഞിട്ടില്ല, ജനത്തിന് മനസ്സിലായി. ഞാൻ ആദ്യം മാരകവിഷം കഴിക്കും, പിന്നെ എലിവിഷം കഴിക്കും. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം ശാശ്വതമായി ഇറങ്ങുന്നതിന് വേണ്ടി, ജീവൻ രക്ഷപ്പെടുന്നതിന് വേണ്ടി കഴിക്കുന്ന ഒരു മരുന്നുണ്ട്. ആ മരുന്നിന്റെ പേരാണ് ദേശാഭിമാനി. മനസ്സിലായ? അപ്പോ ഇന്നലെ 2 പത്രത്തിലും ഈ ബോംബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചെറിയൊരു വാർത്തയുണ്ടായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, കണ്ണൂരിൽ ഒരു ബോംബ് സ്ഫോടനം ഉണ്ടായപ്പോ ആ ബോംബ് സ്ഫോടനത്തിന്റെ എല്ലാ ഉത്തരവാദിത്വവും CPM-ന്റെ പ്രവർത്തകരുടെ തലയിൽ വെച്ചില്ലേ ഈ നാട്ടിലെ മാധ്യമങ്ങൾ? എന്തേ മൂത്താന്തരയിൽ ബോംബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട്, ബോംബിന്റെ ഉറവിടവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സംശയമുണ്ടോ? മൂത്താന്തര എന്ന് പറയുന്ന പ്രദേശം CPM-ന്റെ കേന്ദ്രമാണോ? കോൺഗ്രസിന്റെ കേന്ദ്രമാണോ? മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ കേന്ദ്രമാണോ? ഇത് സാധാരണഗതിയിൽ ആലോചിച്ചാൽ കിട്ടുന്ന കാര്യമല്ലേ? RSS അല്ലാതെ ഇത് മറ്റൊരാൾക്കും ചെയ്യാൻ കഴിയില്ല എന്ന്. എന്തിനാണ് പിന്നെ നിങ്ങൾക്ക് സംശയം? ഇന്നലെ നിങ്ങൾ വാർത്ത എഴുതി, ഈ പറയുന്ന മനോരമയും മാതൃഭൂമിയും വാർത്ത എഴുതി. ഇന്ന്
ഒരു ചെറിയ വാർത്ത പോലും ഈ രണ്ട് പത്രത്തിലുമില്ല. ഉണ്ടോ? നിങ്ങൾക്കത് വാർത്തയല്ലാണ്ടായി. നിങ്ങൾ ഈ നാട്ടിലെ വർഗീയതയെ താലോലിക്കുകയാണ് ഈ മാധ്യമങ്ങൾ, മാതൃഭൂമിയും മനോരമയും. വർഗീയതയെ താലോലിച്ച് പ്രിയമുള്ള പത്രക്കാരെ, പത്രമുതലാളി, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ അവനവന്റെ കുഴി തോണ്ടുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ നാടിനെ നശിപ്പിക്കുന്ന വർഗീയ ശക്തികൾക്ക് വേണ്ടി കുഴലൂത്തുകാരായി ഈ കേരളത്തിലെ പ്രധാനപ്പെട്ട പത്രമാധ്യമങ്ങൾ മാറുമ്പോ ഞങ്ങൾക്ക് ലജ്ജ തോന്നുന്നു. പറയാതെ നിർവാഹമില്ല. നിങ്ങൾ എഴുതണ്ടേ ഈ ബോംബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ ജനങ്ങളോട് പറയാനുള്ള ബാധ്യത ഈ മാധ്യമങ്ങൾക്കില്ലേ? പറയണല്ലോ. മറ്റവന്റെ കേസിൽപ്പെട്ടപ്പോ ഇത് പോയോ? മറ്റവൻ കേസ് അവൻ ഇന്നലെയൊന്നും തുടങ്ങിയതല്ല. നമ്മൾ പറയില്ലേ ചെറിയ പിള്ളേരനെ തെറ്റ് കണ്ടാൽ നമ്മൾ എന്ത് പറയും? എന്താ പറയാ? ചെക്കൻ മുട്ടയിന്ന് വിരിഞ്ഞിട്ടില്ല, ഇപ്പൊ തന്നെ കുഴപ്പമാണ് അല്ലേ? എങ്ങനെയല്ലേ നാടൻ ഭാഷ? ഇതല്ലേ മറ്റവന്റെ പണി, രാഹുലിന്റെ പണി. രാഹുൽ മാങ്കൂട്ടം അല്ലേ? മാങ്ങാണ്ടി എന്നാണ് ഇപ്പൊ എല്ലാവരും വിളിക്കുന്നത്. അതെന്തോ ആയിക്കോട്ടെ. സംഗതി 35 വയസ്സിൽ ഇതാണെങ്കിൽ ഈ പാവി കുറെ കഴിയുമ്പോ എന്തായിരിക്കും? ഈ നാടിലെ മുഴുവൻ വനിതകൾക്കും റോട്ടിൽ നടക്കാൻ പറ്റുമോ? ഇവരെ സിനിമാ തിയേറ്ററിൽ കൊണ്ടുപോകാൻ പറ്റുമോ? ആള് കൂടുന്ന ഏതെങ്കിലും പ്രദേശത്ത് ഇവരെ കൊണ്ടുപോകാൻ പറ്റുമോ? വേലിയിൽ സാരി ഇട്ടാൽ കുഴപ്പമാകില്ല ഇവന്റെ മുമ്പില്? വേലിയില് മതിൽപ്പുറത്തോ സാരി ഉണങ്ങാനിട്ടാൽ ഇവൻ ആ വഴിക്ക് നടത്താൻ പറ്റില്ല. ഇതാണ് അവസ്ഥ. നിങ്ങൾ ഞാൻ ആകെ അന്തം വിട്ടുപോയത് വേറൊന്നും കൊണ്ടല്ല. ഇവനൊരു 35-ാമത്തെ വയസ്സിൽ ഇതാണ് സ്ഥിതിയെങ്കിൽ ഞാൻ ആലോചിച്ചത് ഇവൻ ഇങ്ങനെ ഒരു ജനപ്രതിനിധിയായി നാട്ടിലെ വേറൊരു തലത്തിലെത്തിയാൽ ഈ നാടിന്റെ അവസ്ഥ എന്താവും? എന്റെ ഭാവലാതി അതാണ്. മറ്റവൻ പരിങ്ങിയിരിക്കുകയാണ്, ഞാൻ ഒന്നിനുമില്ല, ഞാൻ വളരെ ഡീസന്റ് ആണ്, ഈ മറ്റേ കക്ഷി എന്റെ കൂടെ വന്ന് പറ്റിയതാണ് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന ആള്. എന്റെ ജീവൻ പോയാൽ പാലക്കാട് ഞാൻ പറയുന്ന സ്ഥാനാർത്ഥി ആര്? നല്ല ആള്, മനസ്സിലായില്ലേ? ഈ എന്താ പറയാ, കന്നാസും കടലാസും പോലെയല്ലേ ഒരു നടത്തം? കന്നാസും കടലാസും പോലെയാണ് ഷാഫിയും ഈ രാഹുലും. നമ്മളാ ബൈ-ഇലക്ഷന് പത്രക്കാരോട് എന്താ പെട്ടിയിൽ ചോദിച്ചപ്പോ രാഹുൽ പറഞ്ഞ മറുപടി എന്റെ ഡ്രസ്സാണ്, എന്റെയും ഷാഫിന്റെയും ഡ്രസ്സാണ്, ഞങ്ങൾ ഷർട്ട് മാറും, മുണ്ട് മാറും, പിന്നെ എന്തൊക്കെയോ മാറും പറഞ്ഞു. ഞങ്ങൾക്ക് അതൊരു പ്രശ്നമായില്ല. പക്ഷേ ഞാൻ പറയുന്നത് എന്താ ചോദിച്ചാൽ, ഇത്തരത്തിലുള്ള ഒരു നിലവാര തകർച്ചയുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, ആ രാഷ്ട്രീയ പ്രവർത്തകനെ ഇവിടെ കൊണ്ടുവന്ന് ഞാൻ ചോദിക്കട്ടെ, ആയിരക്കണക്കിന് ആത്മാഭിമാനമുള്ള കോൺഗ്രസുകാരില്ല ഇവിടെ? ഈ ജില്ലയിലില്ലേ? ഈ ജില്ലയുടെ കോൺഗ്രസ് രാഷ്ട്രീയത്തിന് ഒരു മുഖമുണ്ടാക്കി കൊടുത്ത നേതാക്കളല്ലേ VS വിജയരാഘവനും P ബാലനും ഉൾപ്പെടെയുള്ളവർ? നിഷേധിക്കാൻ പറ്റുമോ? അവർ നട്ടുവളർത്തിയ, അവർ ജീവൻ വെപ്പിച്ച കോൺഗ്രസ് അല്ലേ ഈ പാലക്കാട് ജില്ലയിലുള്ളത്? ആ ജില്ലാ കോൺഗ്രസിനെയല്ലേ പെണ്ണുപിടിയന്മാരുടെ കയ്യിലേക്ക് ഈ മറ്റേ പാർട്ടിയുടെ ഷാഫി പറമ്പിലെ പോലെ സതീശനെ പോലുള്ളവർ എത്തിച്ചിട്ടുള്ളത്? സത്യം പറഞ്ഞ കോൺഗ്രസിനെ ആലോചിച്ച് നമുക്ക് തന്നെ ഒരു വല്ലാത്ത പരിതാപകരമായ ഒരു അവസ്ഥയാണ് കോൺഗ്രസിന്റെ. VS വിജയരാഘവൻ എരുമൂരുകാരനാണ് അല്ലേ? ഒരു കാലഘട്ടത്തിൽ നല്ല ചെറുപ്പത്തിൽ തന്നെ നല്ല ജന്മി കുടുംബത്തിൽ ജനിച്ചൊരു കക്ഷി ഈ നാട്ടിലെ കോൺഗ്രസിന്റെ പ്രവർത്തനം നടത്തി നല്ല അഡ്രസ് ഉണ്ടാക്കി കൊടുത്തു. P ബാലൻ എന്ന് പറയുന്നത് സാധാരണ തൊഴിലാളി കുടുംബത്തിൽ ടൈലറായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെ ഒരു മനുഷ്യൻ അഹോരാത്രം രാവും പകലുമില്ലാതെ പണിയെടുത്ത് ഉണ്ടാക്കിയ കോൺഗ്രസിന്റെ പ്രസ്ഥാനത്തെ കേവലം ഈ ജാതി പരനാറികളുടെ കയ്യിലേക്കും ഈ നാടിന്റെ നാശത്തിലേക്കും കോൺഗ്രസ് എന്ന് പറയാൻ നാട്ടിലെ സാധാരണ മനുഷ്യന്മാരുടെ മുമ്പിൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ പെണ്ണുപിടിയന്മാരുടെ ഒരു സംഘമാണ്, തെമ്മാടികളുടെ ഒരു സംഘമാണ് എന്ന പര്യായത്തിലേക്ക് എത്തിക്കുന്നവരല്ലേ ഷാഫിയും രാഹുലും? ഞാൻ ചോദിക്കട്ടെ, അവർ ഉണ്ണുമ്പോഴും ഉറക്കുമ്പോഴും ഒക്കെ റീലെടുത്ത് വിടുന്നതല്ലേ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ ഈ ചക്കം മത്സരിക്കുന്ന സമയത്ത് ഒരു വീട്ടില് ഭക്ഷണം കഴിക്കുന്നത് ഒരേ പ്ലേറ്റിൽ നിന്നാണ് വാരി വാരി കഴിക്കുന്നത്.
അപ്പോ ഞാൻ മനസ്സിലാക്കുന്നത് ഭക്ഷണം ഒരേ പ്ലേറ്റിലാണെങ്കിൽ എന്തെല്ലാം ഒരേ പ്ലേറ്റിലായിരിക്കും. ഭക്ഷണം ഒരേ പ്ലേറ്റിലാണെങ്കിൽ എല്ലാം ഒരേ പ്ലേറ്റിലായിരിക്കില്ലേ? ഇതല്ലേ ഞങ്ങളെ ഷർട്ടും മാറും മുണ്ടും മാറും ഭക്ഷണവും ഒരേപോലെയാണ് എന്ന് പറയുന്നവർ. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇവനെ കടത്തിവെട്ടുന്ന ഭീകരനായ പീഡകരായിരിക്കും മറ്റവൻ. ആര്? ഞാൻ പേര് പറയണ്ടല്ലോ, പേര് പറയേണ്ട കാര്യമില്ല. പത്തനംതിട്ടയിൽ വന്ന് ഇതുപോലൊരു തരം താന്ന ഒരു കക്ഷിയെ ഇവിടെ കൊണ്ടുവന്ന് പാലക്കാടിന്റെ മാനം പോയില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇനി കേരളത്തിലും രാജ്യത്തും ലോകത്ത് എവിടെ പോയാലും പാലക്കാടാന്ന് ചോദിച്ചാൽ നമ്മൾ തലകുനിക്കേണ്ടി വരില്ലേ? നമ്മളപ്പ തലകുനിക്കേണ്ടി വരികയാണ്. ഇതാണ് കോൺഗ്രസിന്റെ സംസ്കാരം. കോൺഗ്രസിന്റെ ഞാൻ ചോദിക്കട്ടെ മറ്റൊന്ന്, ഞാനത് പറയാതിരുന്നാ പറ്റില്ല. കാരണം ഇവൻ ഇന്നലെ പത്രക്കാരോട് സംസാരിക്കുന്ന കണ്ടില്ലേ? ആര്? ഈ രാഹുല്. അതിൽ അവന്റെ പത്രക്കാരോട് സംസാരിച്ചതിനോടല്ല ഞാൻ പറയുന്ന കാര്യം. എന്നെ ആരും രാജിവെക്കാൻ പറഞ്ഞിട്ടില്ല. പോട പുല്ലേ സതീശ എന്നാണ് അതിന്റെ അർത്ഥം. മനസ്സിലായ? പോട പുല്ലേ സതീശ, എന്നെ ആരും രാജിവെപ്പിക്കണ്ട, എന്നാൽ ഞാൻ സ്വയം രാജിവെക്കണം, നിങ്ങളുടെ ആരും ഉപദേശം കേട്ടിട്ടല്ല എന്ന് പറഞ്ഞാൽ നിന്നെ ഒന്നും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല എന്നാണ്. ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസിന്റെ നേതൃത്വത്തിനും പ്രതിപക്ഷ നേതാവിനും KPCC പ്രസിഡന്റിനെങ്കിലും എന്തെങ്കിലും ഒരു നേതൃത്വ ശേഷിയും ഗുണവുമുണ്ടെങ്കിൽ അവനെ മാറ്റി നിർത്തി പറയണ്ടേ? ഞങ്ങൾ അവനെ മാറ്റി നിർത്തിയിരിക്കുന്നു യൂത്ത് കോൺഗ്രസിന്റെ തൽസ്ഥാനത്തിൽ നിന്ന്, ഞങ്ങൾ നടപടിയെടുക്കും. ഇതല്ലേ കോൺഗ്രസ് കാണിക്കേണ്ടത് മാതൃകാപരമായി? എന്നിട്ട് അവനെ കൊണ്ട് പത്രക്കാരോട് പറയാ എന്നിട്ട് അത് മുഴുവൻ ന്യായീകരിക്കുക. ഗർഭചിത്രത്തിന്റെ ന്യൂസ് വന്നുകൊണ്ടിരിക്കുമ്പോ ഇവൻ ഇതിനെ ന്യായീകരിക്കുകയല്ലേ? എന്നിട്ട് പറയും ഇന്നത്തെ കാലഘട്ടത്തിൽ എന്തെല്ലാം സാധിക്കും. ഇങ്ങനെയൊക്കെ എനിക്ക് ഈ മറ്റേ കക്ഷിക്ക് എന്താ പറ്റിയെന്നാ മനസ്സിലായില്ല. ആര്? നമ്മുടെ ഈ പാലക്കാട് MP സാധാരണഗതിയിൽ ഇവനെ പക്ക എതിരാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ ഒരു കാര്യം പറയാ ശ്രീകണ്ഠ, ഒറ്റ കാര്യം പറയുന്നുള്ളൂ നിങ്ങൾക്കുള്ളത്. നിങ്ങളെ മാന്യമല്ലാത്ത ഭാഷയാണ് സ്ത്രീകളെ കുറിച്ച് ഉപയോഗിച്ചത് അവരുടെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട്. ഒറ്റ കാര്യം, നിങ്ങൾ രാഹുൽ എന്ന് പറയുന്ന ഈ തെമ്മാടിയെ പേറിയാൽ ചന്ദനം ചാരിയാൽ ചന്ദനം മറക്കും, ചാണകം ചാരിയാൽ ചാണകം മറക്കുമെന്ന് ശ്രീകണ്ഠൻ മനസ്സിലാക്കിക്കോ. ഇത് ചാണകത്തിനേക്കാളും ദുർഗന്ധമുള്ള ഒരു സാധനത്തിനെയാണ് താൻ ന്യായീകരിച്ചിരിക്കുന്നത് ശ്രീകണ്ഠൻ. അതിനെന്താ പറഞ്ഞത്? അല്പവസ്ത്രധാരിയായ പെൺകുട്ടികൾ അല്ലേ? അങ്ങനെ പറയാവോ? ശ്രീകണ്ഠന്റെ കുടുംബത്തിലും സഹോദരന്മാരും സഹോദരികളും മക്കളൊക്കെ ഉള്ളതല്ലേ? ഉണ്ടല്ലോ. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കുടുംബത്തിലെ മക്കളെ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ അയക്കുമ്പോ നമ്മൾ പറഞ്ഞതാണോ അവർ വാങ്ങിക്കുന്നത്? അവരവരുടെ അവകാശമല്ലേ? ഇത് RSSന്റെ ഭാഷയല്ലേ? RSS സംരക്ഷിക്കുന്നതിന് വേണ്ടി, ന്യായീകരിക്കുന്നതിന് വേണ്ടി ഇപ്പൊ പത്രക്കാരെ വിളിച്ചുകൂട്ടി പുള്ളിക്കാരൻ പറഞ്ഞ് നിർവ്യാജം ഖേദം പ്രകടിപ്പിച്ചു അല്ലേ? പത്രക്കാർ ഇവിടെ ഉണ്ടല്ലോ. കാരണം പുള്ളിക്ക് മനസ്സിലായി ഇവനെ പേറിയ ഞാൻ ഈ പറഞ്ഞ കണക്കാവും. അപ്പൊ ഇത്തരത്തിൽ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഒരു കാലത്തും ഇവരെ ഇത്തരം ആളുകളെ നമുക്ക് നിലനിർത്താൻ സാധിക്കില്ല. അത്തരത്തിലുള്ള വൃത്തികേടുകൾ കാണുകയാണ്. അത്തരത്തിലുള്ള വൃത്തികേടുകൾ. അപ്പൊ ഞാൻ പറയുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ഈ രാഹുൽ ഏതെങ്കിലും ഒരു പൊതു പരിപാടിക്ക് പോകുമ്പോ പ്രത്യേകം അനൗൺസ് ചെയ്യണം. ഏത്? അഡൽട്സ് ഓൺലി. മനസ്സിലായ? പിന്നെ അതിന്റെ കൂടെ അഡൽട്സ് ഓൺലി എന്നല്ല, സ്ത്രീകൾ ആ വഴിക്ക് വരരുത്. സ്ത്രീകൾ ആ വഴിക്ക് വന്ന് ഇവനോട് ഏതെങ്കിലും തരത്തിൽ ഒരു ചിരി ചിരിച്ചാൽ അവൻ ആദ്യം ചോദിക്കുന്ന ചോദ്യം പേരല്ല, ഫോൺ നമ്പറാണ്. നിങ്ങളുടെ പേര് എന്നല്ല ചോദിക്കുക, നിങ്ങളുടെ ഫോൺ നമ്പർ തരൂ. പിന്നെ അടുത്ത നിമിഷം ഈ സ്ത്രീ വീടെത്താത്ത മുമ്പ് 5 സന്ദേശം. ഹോട്ടൽ റെഡി, 5 നക്ഷത്ര ഹോട്ടൽ റെഡി, നിങ്ങൾ റെഡിയല്ലേ? ഞാൻ റെഡിയാണ്. ഇങ്ങനൊരു വൃത്തികെട്ടവനെ ഈ പാലക്കാട് ചുമക്കേണ്ട ഗതികേട് വന്നല്ലോ. ഇപ്പൊ പാലക്കാട്ടിലെ വോട്ടർമാർ ആലോചിക്കുന്നുണ്ടാകും, എത്ര നല്ല വ്യക്തിയാണ് ആ സരി അല്ലേ? എത്ര നല്ല വ്യക്തിയാണ് ആ സരി.
കോൺഗ്രസിന്റെ ഒരു സംസ്കാരം ഞാൻ ആലോചിക്കുകയാണ്. ഏറ്റവും നല്ല ഒരു പെർഫെക്റ്റ് ആയ ഒരു ചെറുപ്പക്കാരൻ സരിൻ 4 ചോദ്യം ചോദിച്ചപ്പോ നീ പോട പുല്ലേ, ഞങ്ങളുടെ കൂടെ ഈ ജാതി പീഡകന്മാരുള്ളപ്പോ നിന്നെ എന്തിനാ ഞങ്ങൾ സംരക്ഷിക്കുന്നത്, നീ വെക്കോ, അതല്ലേ പറഞ്ഞത്. അതാണ് കോൺഗ്രസിന്റെ പൊതു സംസ്കാരം. ഞാൻ ഇന്നലെ പത്രക്കാരോട് പറഞ്ഞതുപോലെ രാഹുലിന്റെ ഇത്തരം പരാതികളെ അന്വേഷിക്കാൻ ഈ കോൺഗ്രസിന്റെ നേതൃത്വത്തിനും ഷാഫി പറമ്പിലിനും എന്താ ധൈര്യം കാണാത്തത്? ധൈര്യം കാണില്ല. ഇവൻ മാലപ്പടക്കുവാണെങ്കിൽ മറ്റവൻ കിലോമീറ്റർ കണക്ക് നീളുന്ന ചെയിനായിരിക്കും. മനസ്സിലേ? അതാണ്, അതുകൊണ്ട് അവരൊന്നും മിണ്ടാത്തത്. ഇവനെ പറഞ്ഞാൽ ഇവനൊരു കെട്ടെടുത്തു വിടും. പിന്നെ കേരളം നാറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയെത്തും. ഒന്നല്ല, ഇതൊക്കെ ഞാൻ പറയുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ഇത്തരത്തിലുള്ള ജനപ്രതിനിധികളെ നിലയ്ക്ക് നിർത്താൻ ജനങ്ങൾക്ക് മാത്രമേ സാധിക്കുള്ളൂ. അബദ്ധത്തിൽ ഇവൻ ജയിച്ചുപോയി എന്നുള്ളത് ഇനിയിപ്പോ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയെങ്കിലും പ്രബുദ്ധരായ വോട്ടർമാർ ഇത്തരം ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കുമ്പോ അവൻ പറയുകയാണ്, ഒരു മാധ്യമ പ്രവർത്തകരോട് ആ ബൈ ഇലക്ഷൻ സമയത്ത് പറഞ്ഞെന്നറിയോ ഒരു വാചകം, എന്നെ തെരഞ്ഞെടുത്തത് കൊണ്ട് ഒരു ഘട്ടത്തിലും പാലക്കാട് മണ്ഡലത്തിലെ ഒരാൾക്കും തലകുനിക്കേണ്ടി വരില്ല എന്നാണ്. പാലക്കാട് മണ്ഡലത്തിലെ എന്നല്ല, ഈ ജില്ലയിൽ ആർക്കെങ്കിലും തല ഉയർത്തി നടക്കാൻ പറ്റുമോ? അപ്പോ തല ഉയർത്തി നടക്കാൻ പറ്റുമോ? എവിടെ പോയാൽ ഇതല്ലേ ചോദിക്കുന്നത്. ഇന്നലെയൊക്കെ എവിടെ നിന്നൊക്കെയാ എനിക്ക് ഫോൺ വരുന്നറിയോ? എവിടെ നിന്നൊക്കെയാ വരുന്ന ഫോണ് പല കോൺഗ്രസിന്റെ നേതാക്കളുടെയും വരുന്നിട്ട് എന്താ പറയുന്നത്? ശോഭന പറയും പോലെ വിടമാട്ടെ, നിങ്ങൾ വിടണ്ടെന്നാ പറയുന്നത്. അത്ര പരനാറിയാണ്, ഇവനെ വിടാൻ പാടില്ല എന്നാ പറയുന്നത്. ഇങ്ങനെ കോൺഗ്രസുകാർക്ക് പോലും അറപ്പോടുകൂടി കാണുന്ന ഒരു ചെറുപ്പക്കാരൻ എന്തിനാണ് ഈ പാലക്കാട് ജനത ചുമക്കുന്നത്? ഞാൻ ഒരു കാര്യമേ പറയുന്നുള്ളൂ, ഈ ജനപ്രതിനിധി പരമാവധി പൊതു പരിപാടികൾ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. അല്ലാതിരുന്നാൽ ഈ പൊതുപരിപാടിയിലെ ജനങ്ങളോ ചെറുപ്പക്കാരികളോ നിങ്ങളെ ഏതെങ്കിലും തരത്തിൽ കൈകാര്യം ചെയ്താൽ ഞങ്ങൾ സിനിമയിൽ എഴുതി കാണിക്കുന്നത് പോലെ ഞങ്ങൾക്കത് ബാധകമല്ല. അപ്പോ ഇനിയുള്ള പൊതുപരിപാടികളിൽ ഈ ജനപ്രതിനിധി സൂക്ഷിക്കുന്നതാണ് നല്ലത്. നീ ഒരുപാട് വെല്ലുവിളിയൊക്കെ നടത്തിയിട്ടുണ്ട്. എന്റെ കാല് ഇവിടെ തന്നെയുണ്ട്, എന്റെ ശരീരം ഇവിടെ തന്നെയുണ്ട്. എനിക്ക് സത്യത്തിൽ ഈ പാലക്കാട് ജില്ലയിലെ ഇടതുപക്ഷത്തിനെ അറിയാത്തത് കൊണ്ടാണ് ഞങ്ങളുടെ തലച്ചോറിൽ നിന്നെ കുറിച്ചൊരു ആലോചന വന്നാൽ ഈ പാലക്കാട് മണ്ഡലത്തിൽ നിന്നല്ല, തൃശൂരിന്റെ ആ കുതിരാനിൽ ഇങ്ങനെ സ്റ്റെപ്പ് വെക്കണമെങ്കിൽ എനിക്ക് കഴിയില്ല. ഞങ്ങളിപ്പോ അതൊന്നും തീരുമാനിക്കാത്തതുകൊണ്ടല്ലേ. ഇതൊക്കെ ഒരുപാട് തീരുമാനിച്ച് നടപ്പിലാക്കിയ ഒരു പാർട്ടിയും പ്രസ്ഥാനവുമല്ലേ ഞങ്ങളൊക്കെ. അപ്പൊ അതുകൊണ്ട് ഒറ്റ കാര്യം പറയാനുള്ളൂ, ഈ കോഴി ഇനി ഇവിടെ പൊതുപരിപാടിയിൽ കാല് കുത്താതെ നോക്കുക. അതാണ് നിങ്ങൾക്ക് നല്ലത് എന്നാണ് ഞാനിപ്പോ പറഞ്ഞു വെക്കുന്നത്. ഇതിന്റെ കൂടെ ഈ ഒരു വിഷയത്തിന്റെ കൂടെ ആകെ ഇപ്പോഴത്തെ ഒരു വിഷയമാണല്ലോ, പിന്നെ ഈ വിഷയം കിട്ടുമ്പോ ഒരു കുളുകുളുപ്പ് നന്നായിട്ടുണ്ടാകും നാട്ടില്, ഇത്തരം വിഷയങ്ങളാവും. അതുകൊണ്ട് ഇതിന്റെ കൂടെ RSS നടത്തിയ ബോംബ് നിർമ്മാണവും RSSന്റെ ഈ കലാപത്തിന് വേണ്ടിയിട്ടുള്ള ആയുധശേഖരങ്ങളും വളരെ കൃത്യതയോടുകൂടി അന്വേഷിച്ച് അതിന്റെ നിജസ്ഥിതി കണ്ടെത്തണമെന്നാണ് ഈ മാർച്ചിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. ആ ഉദ്ദേശ ലക്ഷ്യത്തിനു വേണ്ടി നടത്തിയിട്ടുള്ള CPMന്റെ പാലക്കാട് ഏരിയ കമ്മിറ്റി നടത്തിയിട്ടുള്ള ഈ മാർച്ചിൽ പങ്കെടുത്ത മുഴുവൻ സഹോദരന്മാരെയും പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് മാർച്ച് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു.